അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28 ഞായറാഴ്ച. ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. ഡൽഹിയിലെ രാജേന്ദ്ര നഗറിലുള്ള റാവൂസ് UPSC പരിശീലന കേന്ദ്രത്തിലാണ് സംഭവം. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. 3 നില കെട്ടിടത്തിന്റെ ബേസ്മെന്റിലാണ് വെള്ളം കയറിയത്. കനത്ത മഴയെ തുടർന്ന് ഓടയിലും റോഡിലുമുണ്ടായ വെള്ളം ബേസ്മെന്റിലേക്ക് കുത്തിയൊഴുകുകയായിരുന്നു. ബേസ്മെന്റ് മുഴുവനായി തന്നെ വെള്ളത്തിൽ മുങ്ങി. മാലിന്യമുക്ത കേരളത്തിനായി ക്യാമ്പയിനുമായി സർക്കാരും പ്രതിപക്ഷവും യോജിച്ചായിരിക്കും പ്രചാരണം നടത്തുക. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെ സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്താൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. ക്യാമ്പയിൻ പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രി അധ്യക്ഷനായി ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും മന്ത്രിമാരുമാണ് സമിതിയിലെ അംഗങ്ങൾ. കേരള സർക്കാർ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചാൽ എയിംസ് അനുവദിക്കുന്നതിനുള്ള നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിന് എയിംസ് അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ലെന്നും സ്ഥലമേറ്റെടുത്ത് കൈമാറിയ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നോട്ടിഫിക്കേഷനിലൂടെയാണ് നേരത്തെ എയിംസ് അനുവദിച്ചതെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടർന്ന് മാൽപേ സംഘം. ജീവൻ പണയപ്പെടുത്തിയുള്ള നിർണായക രക്ഷാപ്രവർത്തനത്തിനാണ് ഷിരൂർ ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഗംഗാവാലി പുഴയിലെ ഇന്നലത്തെ തെരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു. മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപേ നദിയുടെ ആഴങ്ങളിൽ ഡൈവ് ചെയ്തിട്ടും കാര്യമുണ്ടായില്ല. മരക്കഷ്ണവും ചെളിയും പാറയും മാത്രമാണ് ഇന്നലത്തെ പരിശോധനയിൽ കണ്ടെത്തിയത്. ഒരു തവണ ബന്ധിച്ചിരുന്ന കയർ പൊട്ടി ഒഴുക്കിൽപ്പെട്ട ഈശ്വറിനെ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത്. അതേസമയം അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. അർജുനായുള്ള തെരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച് ഇന്ന് നിർണായക തീരുമാനത്തിന് സാധ്യത. ഗംഗാവാലി പുഴയിൽ കൂടുതൽ പോയിന്റുകളിൽ മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപേയും സംഘവും ഇന്നും തെരച്ചിൽ നടത്തും. എന്നാൽ ഏറെ ശ്രമകരമായ ദൗത്യത്തിൽ ഫലം കണ്ടില്ലെങ്കിൽ എങ്ങനെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം ഇന്ന് ഉണ്ടാകും എന്നാണ് വിവരം. ദൗത്യത്തിന്റെ പുരോഗതിയിൽ ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും. 4 പേരുടെ നിപ്പ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ്. പുതുതായി 7 പേരാണ് അഡ്മിറ്റായത്. ആകെ 8 പേരാണ് ചികിത്സയിലുള്ളതെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 472 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 220 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. ഇതുവരെ ആകെ 836 പേർക്ക് മാനസിക ആരോഗ്യ സേവനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 3.5 വയസ്സുകാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യത്തിൽ പുരോഗതിയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ ഇതേ ആശുപത്രിയിൽ തുടരുന്ന കോഴിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. CPI നേതാവ് KK ശിവരാമനെ LDF ഇടുക്കി ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി. മുന്നണി മര്യാദകൾ ലംഘിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുവെന്ന വിമർശനം LDFൽ നിന്ന് തന്നെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് KK ശിവരാമനെതിരെയുള്ള നീക്കം. ശിവരാമന് പകരം ജില്ലാ സെക്രട്ടറി സലീം കുമാറിനായിരിക്കും LDF ജില്ലാ കൺവീനറുടെ ചുമതല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതികളുണ്ടെന്ന് ജില്ലാ ആസൂത്രണ സമിതികൾ ഉറപ്പാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന്റെ പ്രത്യേക നിർദ്ദേശം. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർമാർ പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് അവർ നിർദ്ദേശിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ആശകൾ
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. CPM നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് CPM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം CKP പത്മനാഭൻ. തന്നെ കരുതിക്കുട്ടി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളുകളാണ് CPMനെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചതെന്നും പാർട്ടിയിലെ വിഭാഗീയത അധികാരത്തെ ചൊല്ലിയായിരുന്നെന്നും അതിന്റെ ഇരയാണ് താനെന്നും CKP തുറന്നടിച്ചു. ജനങ്ങൾ വെറുക്കുന്ന രീതിയിൽ പാർട്ടി എത്തിയതിൽ പരിശോധന വേണമെന്നും താഴെത്തട്ടിൽ അല്ല മുകളിൽ തന്നെ തിരുത്തൽ വേണമെന്നും CKP കൂട്ടിച്ചേർത്തു. ഇനി എത്ര കാലം ജീവിക്കുമെന്നറിയില്ല, സത്യം ജനങ്ങൾ അറിയണം എന്ന് പറഞ്ഞാണ് CKP പത്മനാഭന്റെ തുറന്നു പറച്ചിൽ. മിത്തുകളെ വ്യാഖ്യാനിച്ചും പ്രചരിപ്പിച്ചും യാഥാർത്ഥ്യമാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഏതാനും വർഷങ്ങളായി രാജ്യത്ത് നടക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ശാസ്ത്രത്തെ മിത്തുകളാക്കി വ്യാഖ്യാനിക്കുന്ന രീതി വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് ഭീഷണിയാകുന്ന ഭീതിജനകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. സംവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം വിവാദം സൃഷ്ടിക്കാനാണ് മാധ്യമപ്രവർത്തകർ പുതിയ കാലഘട്ടത്തിൽ ശ്രമിക്കുന്നതെന്നും അത് തിരുത്തപ്പെടേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഫ്രാങ്കോ ലൂയിസ് രചിച്ച 100 മിത്തുകൾ എന്ന പുരാണ കഥാസമാഹാര ഗ്രന്ഥം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർ ബിന്ദു. KSU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കൊറോമിനെ KSU സംസ്ഥാന കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ച സംഭവത്തിലാണ് നടപടി. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിലും സുരക്ഷിത ആശുപത്രി സുരക്ഷിത ക്യാമ്പസ് ഇനീഷ്യേറ്റീവ് ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. അതത് സ്ഥലങ്ങളിലെ ഇലക്ട്രിക്കൽ AEമാരുടെ നേതൃത്വത്തിൽ ലിഫ്റ്റുകൾ, മറ്റ് ഉപകരണങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പുവരുത്തിവരുന്നതായും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ അനധികൃത മാലിന്യ നിക്ഷേപം തടയുന്നതിനായി രാത്രിയും പകലും സ്ക്വാഡുകൾ ശക്തമാക്കി. വെള്ളിയാഴ്ച രാത്രി നഗരസഭ നൈറ്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആകെ 22,080 രൂപ പിഴ ചുമത്തിയതായും കോർപ്പറേഷൻ അറിയിച്ചു. ജോലിക്കിടെ പൊതുജനങ്ങളിൽ നിന്നും ആക്രമണം നേരിടുന്ന ജീവനക്കാർക്ക് നിയമപരിരക്ഷയും ചികിത്സാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് KSEB. ജീവനക്കാർക്കെതിരെ ശാരീരികവും മാനസികവുമായ അതിക്രമം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് ചെയർമാന്റെ ഓഫീസ് അറിയിച്ചു. കോട്ടയം തലയോലപ്പറമ്പിന് സമീപം വെട്ടിക്കാട്ടുമുക്കിൽ സ്വകാര്യ ബസ് കീഴ്മേൽ മറിഞ്ഞ് 40ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ മുഴുവൻ പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മലയാളിയായ K കൈലാഷ്നാഥിനെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചുകൊണ്ട് രാഷ്ട്രപതിയുടെ ഉത്തരവ്. 10 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കി. പുതുച്ചേരി കൂടാതെ പഞ്ചാബ്, ചണ്ഡീഗഡിലും അസം, സിക്കിം, രാജസ്ഥാൻ, തെലങ്കാന, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മേഘാലയ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലുമാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരാക്രമണം നടത്തിയ 3 ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ട് ജമ്മു കാശ്മീർ പോലീസ്. ഭീകരരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസ്. ഓരോ വോട്ടും സ്വന്തമാക്കാൻ താൻ കഠിനാധ്വാനം ചെയ്യുമെന്നും നവംബറിൽ തങ്ങളുടെ ജനകീയ പ്രചാരണം വിജയിക്കുമെന്നും കമല ഹാരിസ് എക്സിൽ കുറിച്ചു. അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസിനെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളുമായി റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ്. കമല ആന്റി സെമിറ്റിക് ആണെന്നും നവജാത ശിശുക്കളുടെ കൊലപാതകത്തിന് അനുമതി നൽകാൻ പദ്ധതിയിടുന്നതായും ട്രംപ് ആരോപിച്ചു. 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 43 റൺസിന്റെ വിജയവുമായി ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 214 റൺസ് വിജയലക്ഷ്യത്തിനു മുന്നിൽ പതറാതെ പൊരുതിയ ലങ്ക തുടക്കത്തിൽ അടിച്ചു തകർത്തെങ്കിലും 19.2 ഓവറിൽ 170 റൺസിൽ പോരാട്ടം അവസാനിപ്പിച്ചു. 48 പന്തിൽ 79 റൺസ് അടിച്ച പാത്തും നിസംഗയുടെയും 45 റൺസ് എടുത്ത കുശാൽ മെൻഡിസിന്റെയും ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യയെ വിറപ്പിച്ചെങ്കിലും ഇവർ പുറത്തായതോടെ ലങ്കയുടെ താളം തെറ്റുകയായിരുന്നു. അവസാന 30 പന്തുകളിൽ 30 റൺസ് മാത്രം വഴങ്ങി ലങ്കയുടെ 9 വിക്കറ്റുകളാണ് ഇന്ത്യൻ ബൌളർമാർ വീഴ്ത്തിയത്.
ഈ ജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഇതേ ഗ്രൗണ്ടിൽ നടക്കും. പാരീസ് ഒളിമ്പിക്സിൽ ഇന്നലെ നടന്ന പുരുഷ ഹോക്കിയിൽ ന്യൂസിലൻഡിനെതിരെ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 3 ഗോൾ തിരിച്ചടിച്ച് ഇന്ത്യ വിജയ തുടക്കമിട്ടു. ആദ്യ ക്വാർട്ടറിൽ ലീഡെടുത്ത ന്യൂസിലൻഡിനെതിരെ 2ാം ക്വാർട്ടറിലും 3ാം ക്വാർട്ടറിലും ഗോളടിച്ചാണ് ഇന്ത്യ 2-1 മുന്നിലെത്തിയത്. അവസാന ക്വാർട്ടറിൽ സമനില പിടിച്ച ന്യൂസിലൻഡിനെതിരെ അവസാന നിമിഷം ഗോളടിച്ചാണ് ഇന്ത്യ വിജയം പിടിച്ചെടുത്തത്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ യോഗ്യതാ റൗണ്ടിൽ 3ാം സ്ഥാനത്തോടെ ഇന്ത്യയുടെ ലോക 1ാം നമ്പർ താരമായ മനു ഭാക്കർ ഫൈനലിന് യോഗ്യത നേടി. 6 സീരീസുകൾക്കൊടുവിൽ 580 പോയിന്റ് നേടിയാണ് മനു ഫൈനൽ ബർത്ത് ഉറപ്പാക്കിയത്. ഇന്ന് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരിക്കെയാണ് മനു ഭാക്കർ. അതേസമയം പുരുഷ വിഭാഗം 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ സരബ്ജോത് സിംഗും അർജുൻ സിംഗ് ചീമയും ഫൈനലിലെത്താതെ പുറത്തായി. പാരീസ് ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ 2ാം റൗണ്ടിലെത്തി. പുരുഷ ഡബിൾസിലെ ഇന്ത്യയുടെ മറ്റൊരു മെഡൽ പ്രതീക്ഷയായ സാത്വിക് സായ്രാജ് റാങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും 2ാം റൗണ്ടിലെത്തി. ടേബിൾ ടെന്നീസിലും ഇന്ത്യയുടെ ഹർമീത് ദേശായി 2ാം റൗണ്ടിലെത്തി. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ദക്ഷിണ കൊറിയൻ താരങ്ങളെ തെറ്റായി അവതരിപ്പിച്ചതിന് പിന്നാലെ മാപ്പ് പറഞ്ഞ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി. ദക്ഷിണ കൊറിയൻ ഒളിമ്പിക് താരങ്ങളെ ആനയിച്ചുള്ള ബോട്ട് പ്രയാണത്തിന്റെ അവരെ ഉത്തര കൊറിയൻ സംഘമെന്ന് പരിചയപ്പെടുത്തിയതാണ് വിവാദത്തിലേക്ക് നയിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.